أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القاني والمعتر كذلك سخرناها لكم لعلكم تشكرون لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ദയാവായ്പുമാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയും. അതിന് നന്ദി കാണിക്കുക എന്നതാണ് ഇഹലോക ജീവിതത്തിൽ വിശ്വാസി അള്ളാഹുവിനോട് ചെയ്യേണ്ട കടമയും കടപ്പാടും. അങ്ങനെ നന്ദി കാണിക്കുന്നവർക്ക് മാത്രമാണ് പരലോകത്ത് ശാശ്വതമായ മോചനവും സ്വർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ ഹറമും പരിസരവും അതിനുള്ള ഒരുക്കത്തിലാണ്. മദീന വിശ്വാസികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തുടനീളമുള്ള വിശ്വാസികളിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ സാധ്യമായവര് മുഴുവൻ ഹജ്ജിനായി ആ പുണ്യഭൂമിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആത്മാർത്ഥമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഈ വർഷം അവിടെ എത്തിച്ചേരുന്ന എല്ലാ ഹാജിമാർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പ്രതിപാദിക്കാവുന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയും. ഉളുഹിയ്യത്ത് ആ ഒരു ദിവസമാണ് നിർവഹിക്കുന്ന, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലാണ് നിർവഹിക്കേണ്ടതെങ്കിലും മുസ്ലിം ലോകം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ട സമയമാണ്. അതിനുള്ള ബലിമൃഗത്തെ തയ്യാറാക്കുകയും ആവശ്യമായ കർമ്മങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അത് ഹജ്ജിലുള്ള ആളുകളാണെങ്കിലും ഇനി ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾ നാട്ടിൽ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നതോടൊപ്പം നമസ്കാരം കഴിഞ്ഞാൽ അവര് ബലിയെറുക്കണം എന്ന് പടച്ച തമ്പുരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. അൽ ഉളുഹിയ്യത്തു ഹിയ മാ തദ്ബു മിൻ ബഹീമത്തിൽ അൻആമി ഫി യൗമിൻ നഹർ വ അയ്യാമു തശ്രീഖ്. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ ദിവസമാണ്. ആ പെരുന്നാളിന്റെ ദിവസവും അതിനോടനുബന്ധിച്ച് വരുന്ന അയ്യാമു തശ്രീഖുകളുടെ ദിവസങ്ങളിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ തഖർറുബൻ ഇലല്ലാഹി തആല, അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസികൾ നടത്തുന്ന കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യാരംഭത്തിന്റെ ചരിത്രം മുതലാണ്. ഇസ്ലാമിലെ ബലികർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ തന്നെ, അഥവാ ഭൂമിയിൽ മനുഷ്യൻ വാസം ആരംഭിച്ച കാലം മുതൽ തന്നെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വിശിഷ്ടമായി കണ്ട ഒരു കർമ്മമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളെ ഈ കർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ ബലി നൽകുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉത്തലാലയും ബനൈ ആദം, ആദമിന്റെ 2 സന്തതികളെ കുറിച്ച് താങ്കൾ അവർക്ക് വാർത്ത നൽകണം. ബിൽ ഹഖ്, യാഥാർത്ഥ്യപൂർണമായ ചിത്രം അവരെ പഠിപ്പിക്കണം. ഇത് ഖറബ ഖുർബാനൻ, അവര് 2 പേരും അള്ളാഹുവിന് ബലിയർപ്പിക്കാൻ തയ്യാറായി. പക്ഷേ ഫതുഖബ്ബില മിൻ അഹദിഹിമ, 2-ൽ ഒരാളുടെ ബലി മാത്രം അള്ളാഹു സ്വീകരിച്ചു. വലം യതഖബ്ബൽ മിനൽ ആഖർ, രണ്ടാമത്തെ ആളിൽ നിന്ന് ബലി അള്ളാഹു സ്വീകരിച്ചില്ല. അപ്പോൾ രണ്ടാമത്തവൻ ആദ്യത്തെ ആളോട് പറഞ്ഞു, കാലല അഖ്തുലന്നക, ഞാൻ നിന്നെ വധിച്ചു കളയും. നീ ഈ രീതിയിൽ എന്റെ ബലി അള്ളാഹു സ്വീകരിക്കാത്തതിന്റെ വിദ്വേഷം കാരണം ഞാൻ നിന്നെ ഇല്ലാതാക്കി കളയും. കാല, ആദ്യത്തെ ആള് പറഞ്ഞു, ഇന്നമായ തഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ, ബലി എന്ന് പറയുന്നത് കേവലാർത്ഥത്തിലുള്ള ഒരു കർമ്മമല്ല, അത് ഒരു ബലിമൃഗത്തെ അറുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇന്നമായ തഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വാബോധമുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് പടച്ചതമ്പുരാൻ സ്വീകരിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ഹാബീലും ഖാബീലിന്റെയും ചരിത്രം മുതൽ ഇസ്ലാമിൽ ആരംഭിച്ച ഒരു സംഗതിയാണ് ഈ ബലികർമ്മം എന്ന് പറയുന്നത്. സമർപ്പണത്തിന്റെ, അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപമായി ചരിത്രത്തിലുടനീളം അത് തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജാഹിലിയ കാലഘട്ടത്തിലും ബലി ഉണ്ടായിരുന്നു, ഇസ്ലാമിന് മുമ്പും ബലിയുണ്ട്. എല്ലാ മതങ്ങളിലും ഈ ബലിയുടെ വിവിധങ്ങളായ രൂപങ്ങൾ കണ്ടുവരുന്നതിന്റെ കാരണം അതാണ്. ബലി ആരംഭിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാരംഭം മുതലാണ്. ദൈവിക സരണിയിലൂടെ ആ ബലി പോയപ്പോഴൊക്കെ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഉത്തമമായ കർമ്മമായി മാറുകയും ദൈവിക സരണിയിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ബലികളൊക്കെ കേവലാർത്ഥത്തിലുള്ള അറുത്തുകൂട്ടലുകളായി മാറുകയും ചെയ്തു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പും ബലിയുണ്ട്. കഅബാലയത്തിൽ അറുത്ത മൃഗത്തിന്റെ ചോരയും മാംസവും ഒക്കെ തേച്ചു വെച്ചിരുന്ന ഒരു ചരിത്രം ജാഹിലിയ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ബലി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയുടെ ജീവിതം മുഴുവൻ ബലിയാണ്. ഈമാനും ഇസ്ലാമും എന്ന് പറയുന്നത് ആത്മാവിന്റെ ബലിയാണ്. നമസ്കാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമസ്കാരവും നോമ്പും ശരീരത്തിന്റെ ബലിയാണ്. സകാത്ത് സമ്പത്തിന്റെ ബലിയാണ്. ജിഹാദ് എന്ന് പറയുന്നത് സ്വന്തം ജീവന്റെ ബലിയാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം ബലി നൽകണം. മുത്തഖികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് ബലി എന്ന് പറയുന്നത്. അതിന്റെ സാങ്കേതികമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ അത് ഒരു രൂപം മാത്രമാണ് ബലിമൃഗത്തെ അറുക്കുക എന്നത്. ജീവിതത്തിൽ ഉടനീളം ഒരു സത്യവിശ്വാസി ബലി നടത്തണമെന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമർപ്പണമാണ് ബലി. അത് ആരാധനകളിലൂടെയും സ്വയം സമർപ്പണത്തിലൂടെയും ജീവിതം അള്ളാഹുവിന് നൽകിക്കൊണ്ടും ജീവിതവും ജീവിതത്തിന്റെ അവസാനവും അള്ളാഹുവിന് നൽകിക്കൊണ്ടും സത്യവിശ്വാസികൾ നൽകുന്ന കർമ്മമാണ്, അല്ലെങ്കിൽ സമർപ്പിക്കുന്ന സമർപ്പണമാണ് ബലി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിൽ തങ്ങളുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ അവർ ബലികൾ നടത്താറുണ്ടായിരുന്നു. ആ ബലിയല്ല ഇസ്ലാമിലെ ബലി എന്ന് പഠിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ഹജ്ജില് പരിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയുടെ യഥാർത്ഥ അന്തസത്ത എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫിഹാ ഖൈർ. ബലിമൃഗം ഇവിടെ ഒട്ടകത്തെയാണ് ബുദ്ന് എന്ന് ബലിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്ത ഒട്ടകം. ജഅൽനാഹാ ലക്കും വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ബലിമൃഗത്തിന് വേണ്ടിയുള്ള ഒട്ടകം. ലക്കും ഫിഹാ ഖൈർ, നിങ്ങൾക്കതിൽ നന്മയുണ്ട്. അതുകൊണ്ട് ഫദ്കുറുസ്മല്ലാഹ അലൈഹാ സവാഫ്, ആ ബലിമൃഗത്തെ കാലുകളിൽ നിർത്തി, ഒട്ടകത്തെ അറുക്കുന്ന രൂപം നമുക്കറിയാം, അതിനെ നിർത്തിയിട്ടാണ് അറുക്കുക. അതുകൊണ്ട് കാലുകളിൽ നിർത്തി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ബലി നൽകുക, അതിനെ അറുക്കുക. ഫൈദാ വജബത്ത് ജുനൂബുഹ, നിങ്ങൾ അത് പാർശ്വങ്ങളിലേക്ക് ചെരിഞ്ഞാൽ അഥവാ അതിന്റെ ജീവൻ പോയാൽ ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, ഖാനിനെയും മുഅ്തറിനെയും, ഖാനി എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പരാതി പറയാതെ ജീവിക്കുന്ന ആളുകൾ, മുഅ്തർ എന്ന് പറയുന്നത് ഉള്ള പ്രയാസം മറ്റുള്ളവരെ മുമ്പിൽ പറയുന്ന ആളുകൾ. ഖാനി ആണെങ്കിലും മുഅ്തർ ആണെങ്കിലും ശരി, നിങ്ങൾ ഭക്ഷിക്കുന്നതോടൊപ്പം ആവശ്യക്കാരനെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. വകുലൂ മിൻഹ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ കദാലിക സഖർനാഹാ ലക്കും. അவ்விதം ഈ ബലിമൃഗത്തെ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി. രണ്ടാമത്തെ ആയത്തില് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഹുഹാ,
ആ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. അതുവരെ നിലനിന്നിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ ബലികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല റദ്ദ് ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ ചുമരിൽ തേക്കേണ്ടതല്ല അതിന്റെ രക്തവും മാംസവും, അത് അള്ളാഹുവിലേക്ക് എത്തുകയില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, അവിടെ അടയാളപ്പെടുത്തേണ്ടത് നിങ്ങളുടെ തഖ്വയാണ്, അവിടെ ഉണ്ടാകേണ്ടതും അള്ളാഹുവിലേക്ക് എത്തേണ്ടതും നിങ്ങളുടെ തഖ്വയാണ് എന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളായ ആബേലിനെയും കാബീലിനെയും പഠിപ്പിച്ച പോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ബലിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച പോലെ പരിശുദ്ധ ഖുർആനിൽ വീണ്ടും അത് ആവർത്തിച്ച് അള്ളാഹു പറയുന്നു, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിൽ അടയാളപ്പെടുത്തുന്നത്. കദാലിക സഖറഹാ ലക്കും, അவ்விதം അതിനെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നതിന്റെ പേരിൽ, നിങ്ങൾക്ക് നൽകിയ സംവിധാനങ്ങളെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്. വബശ്ശിരിസ് സ്വാബിരീൻ, അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന വബശ്ശിരിൽ മുഹ്സിനീൻ, മുഹ്സിനുകളായ സുഹൃതവാന്മാരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നുകൂടിയാണ് ബലി. ഇസ്ലാമിലെ ബലി എന്ന് പറയുന്നത് പല രീതിയിലും വികൃതമാക്കി സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇവര് ബലിമൃഗങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളെ നിഷ്കരണം കൊന്നുതള്ളുകയാണ്. അതിനോട് യാതൊരു കാരുണ്യവും കാണിക്കാതെ ഒരു ഭാഗത്ത് കൊന്നുതള്ളിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾ തന്നെ, അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളായി ഓറിയന്റലിസ്റ്റുകളെ പിന്തലമുറയായി ഇന്നറിയപ്പെടുന്ന എക്സ് മുസ്ലിങ്ങളൊക്കെ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇതിനെ വേറൊരു രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ബലിയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അவ்விதം ബലിയെറുക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടില്ല. അത് പിന്നീട് ഉണ്ടായി തീർന്നതാണ് എന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ, കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്ത പ്രവാചകന്റെ ജീവിതത്തിലുടനീളം മദീന കാലഘട്ടത്തിലെ 10 വർഷവും ഉദ്ഹിയ്യത്ത് കർമ്മം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഉദ്ഹിയ്യത്തിനെ കുറിച്ച കൃത്യമായ ഒരു ചിത്രം നമുക്കുണ്ടാകേണ്ടതുണ്ട്. മൃഗങ്ങളെ അറുത്തു തള്ളുന്നു എന്നത് ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചോളം മാത്രമല്ല, ലോകത്ത് തന്നെ ഈ മൃഗങ്ങളെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവ അങ്ങേയറ്റം അവശതയോടുകൂടി ചത്തുപോകുന്ന ഒരവസ്ഥയാണ് ലോകത്തുള്ളത്. പല രാജ്യങ്ങളും, നമ്മുടെ രാജ്യമടക്കം പല സംസ്ഥാനങ്ങളും ഈ മൃഗങ്ങളെ അറുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതിന്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ, പാൽ വറ്റിയ മാംസത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഈ മൃഗങ്ങളെ അങ്ങ് തെരുവിൽ തള്ളുകയും അവ പട്ടിണി കിടന്ന് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം മരിച്ച് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ചത്തുപോകുന്ന, മരിച്ചു പോകുന്ന ഒരവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചതോടൊപ്പം തന്നെ ഈ ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുകയും അവർക്ക് കൃത്യമായ ഒരു ജീവിത വ്യവസ്ഥ കാണിച്ചു കൊടുക്കുകയും അവസാനം ആ മൃഗങ്ങളെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പക്ഷികളെ ഏത് രീതിയിലാണ് അത് ഉപയോഗപ്പെടേണ്ടത് ഭൂമിയിൽ എന്ന് അല്ലാഹു തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യാരംഭം മുതൽ മനുഷ്യൻ മൃഗങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അവന്റെ മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാൻ തന്നെയാണ് ഖലഖലക്കും മാഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനോടുള്ള കാരുണ്യം എന്ന് പറയുന്നത് അതിന്റെ പ്രായമെത്തുമ്പോ അതിനെ അറുക്കുക എന്നത് തന്നെയാണ്, അതിന്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാണുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ആലകളിൽ ആരും നോക്കാനില്ലാതെ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ക്രൂരമായി പട്ടിണിക്കിട്ട് അതിനെ കൊല്ലാക്കൊല ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരത, അവിടെയാണ് ക്രൂരത നമ്മൾ കാണേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിൽ അങ്ങനെ ഒരു ബലി കർമ്മമില്ല എന്ന് പറയുന്ന ആളുകളോട്, അവരോട് പ്രത്യേകിച്ച് നമ്മൾ വാദിക്കാനൊന്നും പോകേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച, ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്തുകളിലും അതുപോലെയുള്ള ഒരുപാട് ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ച ഈ കർമ്മത്തെക്കുറിച്ച് ഏറെ നമ്മൾ അവരോട് പറയേണ്ടതില്ല. വിശ്വാസികൾ എന്നർത്ഥത്തിൽ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ വിശുദ്ധിയോടുകൂടി വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കർമ്മമാണ് ഈ ബലികർമ്മം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് സാമാന്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, നാട്ടിലെ ആരെങ്കിലും ആളുകൾ ബലി കൊടുക്കും, അവർ കുറച്ച് മൃഗങ്ങളെ വാങ്ങും, അത്യാവശ്യം നല്ല പൈസയും വരുമാനവും സാമ്പത്തികമായ ആസ്തിയൊക്കെ ഉള്ള ആളുകൾ കുറച്ച് ഉരുവിനെ വാങ്ങും, നമ്മളെല്ലാരും കൂടെ അതിനറുക്കും. ആ രീതിയിൽ അങ്ങ് കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു സംഗതിയാണ്
ബലി അറുക്കുക എന്ന ധാരണ മാറ്റേണ്ടതുണ്ട്. മറിച്ച് അത് എല്ലാവർക്കും നിർബന്ധമായ ഒരു കർമ്മമാണ്. ഒരു ഉരുവാണെങ്കിൽ ഒരു പോത്തോ അല്ലെങ്കിൽ കാളയോ മൂരിയോ ഒക്കെ ആണെങ്കിൽ 7ഓളം ആളുകൾക്ക് അതിൽ ഷെയർ എടുത്തുകൊണ്ട് ചെയ്യാം. ഒരാടാണെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് ചെയ്യേണ്ടത് നിർബന്ധമാകുന്നത്. അത്രയും ലളിതമായ രീതിയിൽ വെച്ച ഒരു കർമ്മം, അതിനും കഴിവില്ലാത്ത ആളുകൾ അത് ചെയ്യേണ്ടതില്ല. പക്ഷേ നമ്മുടെ കഴിവും യോഗ്യതയും വരുമാനവും ഒക്കെ അളക്കേണ്ടത് ഈ ബലിമൃഗത്തിന്റെ വിഷയത്തിൽ മാത്രമാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലും അത് കാണണം. എനിക്ക് ബലിമൃഗത്തിൽ ഷെയർ ചേരാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു മൃഗത്തെ വാങ്ങാൻ കഴിയില്ല എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ കേൾക്കുന്നത് അള്ളാഹുവാണ്. നമുക്ക് വിഭവങ്ങൾ നൽകിയ, നമുക്ക് സാമ്പത്തികമായ സംവിധാനങ്ങൾ നൽകിയ അള്ളാന്റെ മുമ്പിലും നാളെ പറയാൻ പറ്റണം എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആളുകൾ ചെയ്യേണ്ടതില്ല. കാരണം ഇത് നിർബന്ധമായ കടം ബാധ്യതയൊന്നുമല്ല. പക്ഷേ അത്രമേൽ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം പഠിപ്പിച്ച ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തുടങ്ങിയ ഈ കർമ്മം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ്, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും കാലഘട്ടത്തിലാണ് ബലിയുടെ ഏറ്റവും വിശിഷ്ടമായ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഫലമ്മാ ബലഗ മഅഉസ്സഅയ, അല്പമൊക്കെ പ്രായമെത്തിയ സന്ദർഭമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന സൂറത്ത് സോഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദമായി പറയുന്നുണ്ട്. തന്റെ മകൻ വാർദ്ധക്യത്തിൽ തനിക്ക് കിട്ടിയ ഇസ്മായിൽ അലൈഹി ഇസ്ലാം അവനെ പോറ്റി വളർത്തുന്നു. അങ്ങനെ പോറ്റി വളർത്തി അല്പമൊക്കെ പക്വതയെത്തുന്ന പ്രായമെത്തിയപ്പോ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മകനോട് പറയുന്നു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അൻ അദ്ബഹുക, മകനെ നിന്നെ അറുക്കണമെന്ന് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട്. ആ ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്താണ്, നീ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? ഖാല യാ അബതി ഫഅൽ മാ തുമർ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ട പിതാവേ, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ക്ഷമാലുക്കളെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഞാൻ ഉണ്ടാകും എന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും. അങ്ങനെ ആ സ്വപ്ന ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമായി ബലിയെറുക്കാൻ വേണ്ടി പോവുകയും ആ ബലികർമ്മത്തിന് വേണ്ടി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കമിഴ്ത്തി കിടത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അതിതീഷ്ണമായി അങ്ങേയറ്റത്തെ ശക്തിയോടുകൂടി അദ്ദേഹത്തെ അറുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അല്ലാഹുവിൽ സമർപ്പിതരായി രണ്ടുപേരും നിന്ന ആ സന്ദർഭം, അദ്ദേഹത്തെ കമഴ്ത്തി കിടത്തിയ ആ സന്ദർഭത്തിൽ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം, നാം അദ്ദേഹത്തെ വിളിച്ചു, ഇബ്രാഹിമേ ഖദ് സദ്ദഖത റുഹിയ, നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുണ്ട് കേട്ടോ, മതി അവിടെ നിർത്തുക. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, സുഹൃതവാന്മാരായ ആളുകൾക്ക് അല്ലാഹു നാം ഇങ്ങനെയാണ് പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് അങ്ങേയറ്റം വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു, തീഷ്ണമായ ഒരു പരീക്ഷണമായിരുന്നു ഇബ്രാഹിമെ. വഫദൈനാഹു ബിദിബിഹിൻ അലീം, ഒരു ബലിമൃഗത്തെ നൽകിക്കൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഫിദിയ, ഒരു പകരം നൽകൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകി. വതർകന അലൈഹി ഫിൽ ആഖിരീൻ, വരാനിരിക്കുന്ന ജനസമൂഹങ്ങൾക്ക് മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും നാമം അല്ലാഹു കൊത്തിവെക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ അറുക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ ബലിമൃഗത്തിന്റെ മാംസമല്ല, അതിന്റെ രക്തമല്ല. ഇവിടെ പരിശോധിക്കപ്പെടുന്നത് എന്റെയും നിങ്ങളുടെയും തഖ്വയാണ്, അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. പടച്ചവന്റെ മുമ്പിൽ എന്ത് നൽകാൻ തയ്യാറുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു കൽപ്പിച്ചാൽ ഞാൻ എന്തിനും തയ്യാറാണ്. അത് പ്രഖ്യാപിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഒരു മടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ അദ്ദേഹത്തിന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയ പ്രായവും വാർദ്ധക്യത്തിന്റെ സഹജമായ പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഖുർആൻ ഈ സംഗതിയെ പഠിപ്പിക്കുന്നത്. എന്നിട്ടും അവിടെ തനിക്ക് വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു കുട്ടിയാണല്ലോ, വേറെന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അമാന്തിച്ചു നിൽക്കുന്നില്ല, നേരെ പോവുകയാണ് ബലിയെറുക്കാൻ. അവിടെ വെച്ച് അല്ലാഹു സ്റ്റോപ്പിടുന്നു. കാരണം മുഹ്സിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും മാറുകയാണ്.
അതുകൊണ്ട് ബലികർമ്മത്തിന്റെ അന്തസത്ത നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിക്കാനുള്ള നമ്മുടെ തയ്യാറാണ്, അല്ലെങ്കിൽ നമ്മുടെ റെഡിനെസ് ആണ് പരിശുദ്ധ ഖുർആൻ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. തെക്കുവയാണ് അവിടുത്തെ അസല്. ഈ ബലിയെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ മുത്തഖി എന്ന പദം അള്ളാഹു പ്രയോഗിക്കുന്നു. തെക്കുവയാണ്, വലാകിൻ യനാലു തഖ്വ മിൻകും, നിങ്ങളുടെ തെക്കുവയാണ് അള്ളാഹുവിലേക്ക് എത്തുക. നിങ്ങളുടെ മാംസം എത്തുന്നില്ല, അത് നിങ്ങൾ കഴിക്കണം. വകുലൂ മിൻഹാ വഅതീമുൽ ഖാനിയ വൽ മൂത്തർ, നിങ്ങൾ കഴിക്ക്, ആവശ്യക്കാരന് കൊടുക്ക്, പാവങ്ങൾക്ക് അത് ഭക്ഷണമാവട്ടെ. ഇസ്ലാമിന്റെ ബലിയുടെ രീതി ഏതാണ്? ഇസ്ലാമിന്റെ എല്ലാ ദാനധർമ്മങ്ങളുടെയും രീതി ഏതാണ്? ആ ദാനധർമ്മങ്ങളുടെ തെക്കുവ മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ബലിയർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്. ഞാൻ പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ ബലികർമ്മങ്ങളെയും റദ്ദ് ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. അതുവരെയുള്ള എല്ലാ ബലികർമ്മവും റദ്ദ് ചെയ്തു. ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്, ശവം ഹറാമാക്കിയിട്ടുണ്ട്, രക്തം ഹറാമാക്കിയിട്ടുണ്ട്, പന്നിമാംസം ഹറാമാക്കിയിട്ടുണ്ട്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഹറാമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ബലി അർപ്പിക്കാൻ പാടുള്ളൂ. ആ ബലി മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ഇദാ ദഖൽതൽ അശ്റ, 10ലേക്ക് നിങ്ങൾ കടന്നാൽ, വഅറാദ അഹദുകും അൻ യുദഹി, നിങ്ങൾ ആരെങ്കിലും ബലികർമ്മം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫലാ യമസ്സി മിൻ ശഅരിൻ വബശരിഹി ശൈഉൻ, പിന്നെ മുടി മുറിക്കാനോ രോമങ്ങൾ വടിച്ചു കളയാനോ പാടില്ല. അതുകൊണ്ട് തന്നെ വലിയ ബലിക്ക് വേണ്ടി തയ്യാറാകുന്ന ആളുകളും ദുൽഹജ്ജ് 1 മുതൽ അത്തരം ചിട്ടകളിലൂടെ കർമ്മങ്ങളിലൂടെ പോകണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിലേറെ ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിനുള്ള സമർപ്പണത്തിനോടൊപ്പം തന്നെ പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ധർമ്മസമരം കൂടിയാണ് ബലി പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ 3 ജംറകളെ നമുക്ക് കാണാൻ കഴിയും. ആ 3 ജംറകൾ 3 സ്തൂപങ്ങൾ മാത്രമല്ല, പിശാചിനെ എറിഞ്ഞോടിച്ച് ജീവിതത്തിൽ അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്റെ മാർഗത്തിൽ തനിക്ക് തടസ്സം നിന്ന, തന്റെ മകന്റെ മുമ്പിൽ തടസ്സം നിന്ന ആ പിശാചിനെ എറിഞ്ഞോടിച്ച് അവനെ എറിഞ്ഞതിന്റെ പ്രതീകമാണ് ജംറ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ജംറകൾ ഉണ്ടാകേണ്ടതുണ്ട്. ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്ന എന്തൊക്കെയുണ്ടോ അവിടെ ഒക്കെ എറിഞ്ഞോടിക്കലുകളുടെ ജംറ ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത്രമേൽ പവിത്രമായ ഒരു കർമ്മമാണ് ഈ ബലികർമ്മം എന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅത്തുൻ വലം യുദഹി, ആർക്കെങ്കിലും ബലി കൊടുക്കാനുള്ള കഴിവുണ്ട്, അവൻ ബലികർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഫലാ യഖ്റിബന്ന മുസല്ലാന, ഫലാ യഖ്റബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരണ്ട. ഈ ഒരൊറ്റ ഹദീസ് മതി എന്താണ് ഉദ്ഹിയ്യത്ത് എന്ന് പഠിപ്പിക്കാൻ. ഒരാൾക്ക് ബലി കൊടുക്കാൻ കഴിവുണ്ട്, പക്ഷെ അയാൾ ബലി കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട, ഈദ് നമസ്കാരത്തിന് വരണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറ സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. പരിശുദ്ധ ഖുർആൻ വീണ്ടും പഠിപ്പിച്ചു, ഓരോ സമൂഹത്തിനും അല്ലാഹു ചില ചിഹ്നങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലിയദ്കുറ സ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി, അലാ മാ റസഖഹും മിനൽ ബഹീമത്തിൽ അൻആം, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ കാലികളിൽ നിന്ന് പടച്ചവനെ ഓർക്കുന്നതിന്, പടച്ചവന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിന് ചില അടയാളപ്പെടുത്തലുകൾ അള്ളാഹു നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനായ രക്ഷിതാവാണ്. അതുകൊണ്ട് ഫലഹു അസ്ലിമു, അവന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിരുന്നു. ലാ യഖ്റുജു യൗമൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന് പ്രവാചകൻ പുറപ്പെടാറില്ലായിരുന്നു. ഹത്താ യത്അം, ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നത് വരെ. വലാ യത്അമു യൗമൻ നഹർ, ബലിപെരുന്നാളിന് അന്ന് പ്രവാചകൻ ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ഹത്താ യദ്ബഹ, ആ ബലികർമ്മം നടത്തുന്നവരെ, ബലി നടത്തിയിട്ടാണ് പ്രവാചകൻ ഭക്ഷണം കഴിച്ചിരുന്നത്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഉണ്ടായിരുന്ന 10 വർഷവും ബലികർമ്മം നടത്തിയിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ സമൂഹത്തിൽ എല്ലാവരും ബലികർമ്മം നടത്തിയിരുന്നു. അത് സാമ്പത്തികമായി എനിക്ക് എത്രത്തോളം ആസ്തിയുണ്ട് എന്നതിനേക്കാൾ അപ്പുറം എനിക്കെങ്ങനെ നടത്താൻ കഴിയും, ഒരു ഷെയറെങ്കിലും എടുത്തിട്ട് എനിക്കതിൽ ഷെയർ കൂടാൻ പറ്റുമോ, എനിക്ക് പങ്കുചേരാൻ പറ്റുമോ, എന്റെ വിധേയത്വം, എന്റെ തഖ്വ, എന്റെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള സമർപ്പണം, അതിന് ഞാൻ മറ്റു ചിലത് മാറ്റി വെച്ചിട്ടെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ചയാണ് നമുക്കിടയിൽ നടക്കേണ്ടത്. അത് ഞങ്ങൾക്കാർക്കും ബാധകമല്ല. നാട്ടിലെ കുറച്ച് പ്രമാണിമാരുണ്ട്, കുറച്ച് മുതലാളിമാരുണ്ട്, അവരിങ്ങനെ വാങ്ങും. നമ്മളെ പണിയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒന്ന് കൂടി കൊടുക്കണം, അതൊന്ന് വിതരണത്തിന് ഇതൊക്കെ കൂടി കൊടുക്കണം. അല്ല, അങ്ങനെ മാത്രമല്ല,
അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളുടെ സമർപ്പണം, നമ്മൾ അടയാളപ്പെടുത്തലുകൾ വേണ്ടേ? ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹ് ആവശ്യപ്പെടുന്ന അടയാളപ്പെടുത്തലുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വേണം. എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു ഷെയറെങ്കിലും എടുക്കാൻ ഈ വർഷം എനിക്ക് പറ്റുമോ? ഇനി ഇവിടെയാണ് നല്ല വിലയുള്ളതെങ്കിൽ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളുണ്ട്. പലപ്പോഴും കഷ്ടപ്പാടിന്റെ അങ്ങേ അറ്റത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം ഉണ്ട് അവിടെ. അതും കൂടി കൂട്ടത്തിൽ പറയണം. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഇത് പൊങ്ങച്ചത്തിന്റെയും ആർഭാടത്തിന്റെയും തൻപോരിമയുടെയും ഒക്കെ ഒരു സംഗതിയാ. വലിമൃഗത്ത് ഇറക്കാന്ന് പറഞ്ഞാൽ 60, 70, 80 ഒക്കെ ചിലപ്പോൾ ചില മഹലുകളിൽ ഇറക്കും. എന്താണ് ഈ ഇറച്ചി ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് പുതിയത് വാങ്ങില്ലാതെ വേറൊരു മാർഗം ഉണ്ടാവില്ല. 10, 15 ദിവസം ഫ്രിഡ്ജിൽ അതിങ്ങനെ വെച്ചിട്ട് തണുപ്പിച്ച് തനിക്കും തന്റെ കുടുംബത്തിന് തിന്നാനുള്ള ഒരു സംവിധാനമായിട്ട് ആ ബലിമൃഗത്തെ നമ്മൾ കാണുന്നു. അങ്ങ് ഉത്തരേന്ത്യയിൽ പലപ്പോഴും കണ്ണുനീരൊലിപ്പിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ ബലിമൃഗത്തിന്റെ അല്ലെങ്കിൽ ഉളുഹിയ്യത്തിന്റെ മാംസം മാത്രമാണ് ഞങ്ങൾക്കൊരു വർഷത്തിൽ ഇറച്ചിയായിട്ട് കിട്ടുന്നത്, മാംസമായിട്ട് കിട്ടിയത് എന്ന് പറയുന്ന ഒരു സമൂഹം അപ്പുറത്ത് ജീവിക്കുന്നുണ്ട്. അവിടെ അത്ര പോലും വേണ്ട പൈസ. ഇവിടെ 20,000 15,000 ആണെങ്കിൽ അവിടെ 5,000-നും 10,000-നും ഒരു ഷെയർ എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ നമ്മൾ നിർബന്ധമായി ഉണ്ടാകണം. അതുപോലെ തന്നെ മഹല്ലുകളിൽ, നമ്മുടെ സംവിധാനങ്ങളിൽ ഇതൊരു പൊങ്ങച്ചത്തിന്റെ അടയാളാകരുത്. ആ മഹല്ല് 60 ആണെങ്കിൽ ഈ മഹല്ല് 70, ഇവിടെ 20 ആണെങ്കിൽ അവിടെ 30, എന്നിട്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് മാത്രം ഇങ്ങനെ വിതരണം ചെയ്ത് ഒന്നിനും ഉപകാരപ്പെടാത്ത രീതിയിലായി മാറരുത്. പാവങ്ങൾ ആർക്കാ ബലിമൃഗം? നിങ്ങൾക്ക് തിന്നാം, നമുക്കത് ഭക്ഷിക്കാം. പക്ഷേ അവിടെ 2 വിഭാഗത്തെ കൂടി പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് ഉള്ളിലൊതുക്കിയിട്ട് ആളുകളുടെ മുന്നിൽ പരാതി പറയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഖാനിയം. മുഅ്തർ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് ആളുകൾ അറിയിക്കുകയും ചെയ്യും. ഞാൻ പ്രയാസത്തിലാണ് എന്ന് പറയുന്ന ആളുകൾ 2 കൂട്ടരെയും അഡ്രസ് ചെയ്യണമല്ലോ. അഥവാ സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇത് എത്തിക്കണം. അതിനുള്ള സംവിധാനം ചെയ്യണം. ചുരുക്കത്തിൽ ഈ ബലി അറുക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധം എന്ന് ഞാൻ പറയുന്നത് ഇൻവേർട്ടർ കോമയിലാണ്. കഴിവുണ്ടെങ്കിൽ, നമുക്കതിന് സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ഞാനാണ് കാണേണ്ടത്, നിങ്ങളാണ് കാണേണ്ടത്, നാട്ടുകാരും വീട്ടുകാരും അല്ല. എനിക്കതിന് കഴിയുമെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിന് തയ്യാറാകും എന്ന് തീരുമാനമെടുക്കുകയും ആ ഉളുഹിയ്യത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യണം. അതിനുള്ള സമയമാണിപ്പോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന സമർപ്പണങ്ങൾ അതിന്റെ സമയത്തും അതിന്റെ നേരത്തും റബ്ബേ നിന്റെ മുമ്പിൽ ഇതാ ഞാൻ വെച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.